ടെസ്റ്റൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വല്ല കോഴ്സ് എടുക്കണോ അതോ ഡിഗ്രി എടുക്കണോ അതോ വേറെ എന്തെങ്കിലും എടുക്കണോ എന്നുള്ള ടെൻഷൻ അറിഞ്ഞ ആൾക്കാർക്ക്, പഠിക്കുന്ന കുട്ടിക്കല്ല നാട്ടുകാർക്കും ബന്ധുക്കൾക്കാണ്. അപ്പോഴാണ് ഇടിവെട്ട് പോലെ ഞാൻ വന്ന് പറയണത് ജേർണലിസമാണ് എടുക്കണേന്നുള്ളത്. അത് കേട്ടപ്പോൾ എല്ലാവരും നന്താളിച്ചെങ്കിലും അച്ഛന് വലിയ കുലുക്കൊന്നും ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം വൃത്തിക്കും വെടുപ്പിനൊക്കെ അറിയണത് മൂപ്പരാൾക്കായിരുന്നു. അങ്ങനെ ആകെ ജേർണലിസം പഠിപ്പിക്കുന്ന ഒരൊറ്റ ഗവൺമെൻറ് കോളേജ് ഉണ്ടായിരുന്നുള്ളൂ. അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എനിക്ക് അവിടെ കിട്ടും ചെയ്തു. ടെമ്പററി ആയിട്ട് ചേരുന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഞങ്ങൾ രണ്ടാളും ഇറങ്ങിയത്. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പെർമനൻ്റ് ആയി എന്നുള്ള കാര്യം അമ്മയ്ക്ക് എത്തി. ആദ്യം കോളേജിൽ പോയപ്പോൾ എൻ്റെ കോളേജിൽ നിന്നുള്ള വികാരമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നീട് തിരിച്ചിറങ്ങുമ്പോഴായിരുന്നു അവിടുന്ന് സ്വർഗ്ഗമാണെന്ന് മനസ്സിലായത്. വയനാട് എന്ന് പറയുമ്പോൾ എല്ലാവരും കളിയൊക്കെ പറഞ്ഞു, ഇവിടെ നിന്ന് ഇല്ലാണ്ടാണ് അങ്ങോട്ട് പോയത് വയ്ക്കും. സത്യം പറഞ്ഞാൽ തന്നെയാണ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയത്. പിന്നൊന്ന് വള്ളി തൂങ്ങിയാണോ പോണേന്നുള്ള മൈൻഡാണ്. ചുരം കയറാൻ ബസ്സുണ്ട്, റോഡുണ്ട്, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഈ വള്ളിയും പുള്ളിയും തൂങ്ങി പോകേണ്ട ഗതികേടൊന്നും അവിടുത്തെ ആൾക്കാർക്കില്ല. ഇനി അഥവാ അവിടെ പോകാത്തവർ മാത്രമേ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. ട്രസ്റ്റ് മീ ഗൈസ്, വയനാട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇറ്റ്സ് ജസ്റ്റ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ.